സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും ഒരുപക്ഷെ VS-മായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അതിന് അദ്ദേഹം മരണപ്പെട്ട ദിവസമാണ് മനോരമയിൽ തൊട്ടടുത്ത ദിവസമാണ് മനോരമയിൽ പിരപ്പങ്കോട് മുരളി ഒരു ലേഖനം എഴുതുന്നത്. അതിലിപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ അതിലുള്ള പേരും പറയുന്നുണ്ട്. സ്വരാജാണ് അങ്ങനെ തിരുവനന്തപുരം സമ്മേളനത്തിൽ പ്രസംഗിച്ചത്. അങ്ങനെ പ്രസംഗിച്ചു എന്ന് മാത്രമല്ല, സ്വരാജ് അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദിയിലുണ്ടായിരുന്ന മുതിർന്ന നേതാക്കൾ അത് കേട്ട് ആസ്വദിക്കുകയായിരുന്നു എന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും MLA ഒക്കെ ആയിരുന്ന ആൾ തുറന്ന് എഴുതുകയുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ സുരേഷ് കുറുപ്പ്, ദീർഘകാല MLA ആയിരുന്നു, പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിരുന്നു, SFIയുടെ നേതാവൊക്കെ ആയിരുന്ന ആൾ എഗൻ എഴുതുന്നു. ആലപ്പുഴ സമ്മേളനത്തിലും ഇങ്ങനെ പരാമർശമുണ്ടായി. ഒരു പെൺകുട്ടിയാണത് പറഞ്ഞതെന്ന് കൂടി പറഞ്ഞു. അപ്പോൾ അതിനുശേഷമാണ് JP പറഞ്ഞ ഈ ചിന്താ ജെറോമിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നൊരു കാര്യമാണല്ലോ, ഈ VS ജീവിച്ചിരിക്കുന്ന കാലത്ത് VS എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ എങ്ങനെയാണ് ആ പ്രതിഭാസം ഡിഫൈൻ ചെയ്യപ്പെട്ടത്? ഉൾപാർട്ടി സമരത്തിൻ്റെ അല്ലെങ്കിൽ വിഭാഗീയതയെന്നോ അല്ലെങ്കിൽ ഉൾപാർട്ടി സമരം എന്നോ പറയാവുന്ന ആ ഒരു പ്രവണതയുടെ ഭാഗമായിട്ടാണ് ആ പ്രതിഭാസം ഫോം ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ VS-ൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം ആകട്ടെ, അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതാകട്ടെ, ഇതെല്ലാം അത് എന്തുമായിട്ടാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്? പാർട്ടിക്കകത്ത് നടന്നിട്ടുള്ള നിരന്തരമായിട്ടുള്ള സമരത്തിൻ്റെ അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് കൂടിയാണ് ഈ ലേറ്റർ VS എന്ന് പറയുന്നത്. VS എന്ന് പറയുന്നത് CPM നേതാവ് അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടി തന്നെ ഉണ്ടായത് അങ്ങനെയാണ്. VS അടക്കമുള്ള ആളുകൾ പാർട്ടിക്കകത്ത് നടത്തിയ സമരം, അതാണല്ലോ 64 ഇറങ്ങിപ്പോലും CPM-ൻ്റെ രൂപീകരണവും. പിന്നെ ഈ ലേറ്റർ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞാൽ ആഗോളവൽക്കരണത്തിന് ശേഷമുള്ളൊരു ഘട്ടത്തിൽ പാർട്ടി എങ്ങനെ പോകണമെന്നതിനെ കുറിച്ചിട്ടുള്ള ആശയപരമായിട്ടുള്ള പല അവ്യക്തതകൾ ലോകത്തെല്ലാ സംഘടനകളും ഉണ്ടായിട്ടുണ്ട്. ആ അവ്യക്തതകൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അത് വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട്. ആ അവ്യക്തതകൾ അതുണ്ടാക്കിയ ആശയ സംഘർഷങ്ങൾ, ആശയ സമരങ്ങൾ നമ്മളെപ്പോഴും കാണേണ്ട ഒരു കാര്യം വെച്ചാൽ, ഈ ആശയ സംഘർഷങ്ങൾ മാത്രമായിട്ടൊരു സംഘടനക്കകത്തും ഉണ്ടാവില്ല. ആശയ സംഘർഷങ്ങളോടൊപ്പം പലതരത്തിലുള്ള അധികാര തർക്കങ്ങളുണ്ടാവും. അധികാര തർക്കങ്ങൾ ആശയ സമരത്തെ തീവ്രമാക്കും, ആശയ സംഘർഷങ്ങൾ അധികാര തർക്കത്തെയും തീവ്രമാക്കും. ഇത് പരസ്പരം പരസ്പരം റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ എലമെൻറ്റുകളും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് പിണറായി വിജയൻ വേഴ്സസ് VS, പിണറായി ബാഡ് ഗൈ, VS ഗുഡ് ഗൈ എന്നൊക്കെ പറയുന്ന ഒരു സംഗതി രൂപപ്പെടുന്നു. അതിങ്ങനെ പോകുന്നു. ആ കാലത്ത് എന്തെല്ലാം നടന്നു നമുക്കറിയാവുന്നല്ലോ. ബക്കറ്റും വെള്ളവും നമുക്കറിയാം. പരസ്യമായിട്ട് VS അച്യുതാനന്ദനെതിരെ പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പേരെടുത്ത് സംസാരിച്ചിട്ടുണ്ട്. VS അങ്ങനെ ചെയ്യരുതായിരുന്നു. VS എന്താണ് പാർട്ടി ശത്രുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന മട്ടിലൊക്കെയുള്ള പ്രസ്താവനകൾ നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞാണ്. അന്നത്തെ ജേർണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനമായും അന്ന് ജേർണലിസത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ആൾ, റോയൽ ബീറ്റ് എന്ന് പറയുന്നത് CPM ബീറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഈ പറയുന്ന CPM-ലെ ഉൾപാർട്ടി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പുതിയ വാർത്തകൾ, പുതിയ വിവരണങ്ങൾ, കത്തുകൾ, സെൻട്രൽ കമ്മിറ്റിക്ക് അങ്ങോട്ടയച്ച കത്ത്, ഇങ്ങോട്ടയച്ച കത്ത്, അതിലെ വാചകങ്ങൾ, അങ്ങനെ മാധ്യമ സിൻഡിക്കേറ്റ് എന്നുള്ള പദം വരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ആ വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന ജേർണലിസ്റ്റുകൾ, ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടുന്ന ജേർണലിസ്റ്റുകൾ. ഒരു കാലം അങ്ങനെയായിരുന്നു, ഓർക്കണം. അപ്പോൾ ആ കാലത്ത് എന്തെല്ലാം നടന്നേ, അതേക്കുറിച്ചിട്ടുള്ള പലതരം വെളിപ്പെടുത്തലുകൾ ഇനിയും വരും. ഇത് കേരളത്തിൽ സംഭവിച്ച കാര്യമാണ്. ഇതിപ്പം വീണ്ടും ഇതാണെന്ന് വെച്ചാൽ VS-ൻ്റെ മരണം സംഭവിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങ് നടക്കുന്നു. അതിനിടയിലുള്ള ദിവസങ്ങൾ കേരളത്തിലെ സൈബർ സ്പേസിൽ ഇപ്പോഴത്തെ CPM-ൻ്റെ ഈ ഔദ്യോഗിക പടയാളികൾ അവർ VS-നെ മുൻനിർത്തി നടത്തിയുള്ള ഒരു ആക്രമണമുണ്ട്. എന്താണ്? VS-നെ മുൻനിർത്തി ഭയങ്കരമായിട്ടുള്ള മുസ്ലിം വർഗീയവാദികൾക്കെതിരെ എന്നുള്ള മട്ടിൽ, എന്ന വ്യാജേന ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചു. അതിലൂടെ അവർ VS-നെ അങ്ങേറ്റെടുക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഇവർ VS ജീവിച്ചിരുന്ന കാലത്ത് VS-നെതിരെ ചെയ്യാവുന്നത് പരമാവധി ചെയ്ത ആളുകളാണ് അവിടെയുണ്ട്. എന്ന് മാത്രമല്ല, VS-ൻ്റെ ഈ പറയുന്ന മുസ്ലിം വിരുദ്ധമെന്ന് വിമർശിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, അതിനെതിരെ പ്രത്യേകിച്ചൊന്നും പറയാത്തവരുമാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ അത് വെച്ചിട്ട് വലിയ തോതിലൊരു ക്യാമ്പയിൻ സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ VS-നെ കുറിച്ചിട്ടുള്ള ഈ നിലക്കുള്ള ക്രിട്ടിക്കൽ അനാലിസിസ് ധാരാളമായിട്ട് വന്നു. VS എന്തൊക്കെയായിരുന്നു, മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞാൽ എന്തായിരുന്നു, ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ എന്തായിരുന്നു, ഈ അഹമ്മദിൻ്റെ മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞാൽ എന്തായിരുന്നു, അതൊക്കെ ഇപ്പുറത്തൊന്നും പുറത്തെടുത്തിട്ടു. അത് വലിയൊരു സൈബർ കാലുഷ്യം ആ ദിവസങ്ങളുണ്ടായി.
അപ്പോൾ ഞങ്ങളാണ് വി എസിൻ്റെ അനന്തരാവകാശികൾ എന്ന മട്ടിൽ ഒരു സ്വയം ഏറ്റെടുക്കൽ ഈ പറയുന്ന CPM-ൻ്റെ ഔദ്യോഗിക പക്ഷത്തിലുള്ള അതിൻ്റെ പ്രചാരകരുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരുന്നില്ല കഥകൾ. നോക്കൂ, മുൻകഴിഞ്ഞു പോയ കാലം അങ്ങനെ ആയിരുന്നില്ല. നിങ്ങൾ ഈ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തെല്ലാമാണ് അങ്ങേരോട് ചെയ്തത് എന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്, സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് ഇപ്പുറത്തുനിന്ന് സ്വാഭാവികമായും ചൂണ്ടിക്കാട്ടും. അപ്പോൾ അത് പാർട്ടിക്ക് അകത്തുണ്ടായിരുന്ന പെരപ്പങ്കോട് മുരളി, അതേമാതിരി സുരേഷ് കുറുപ്പ്, ഇന്ന് അങ്ങനത്തെ ആളുകൾ അതേക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുമ്പോൾ അതിന് നേരത്തെ ലഭിച്ചതുപോലെയുള്ളൊരു വാർത്താമൂല്യം ലഭിക്കും. അതാണിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇനിയും ആ ഒരു ചർച്ച ഇനിയും കേരളത്തിൽ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വി എസിൻ്റെ ലെഗസിയിൽ നിന്ന് എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ എൻഗേജ്മെൻറ്റ് ഇപ്പോഴത്തെ CPM നേതൃത്വത്തിന് ലഭിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല.